തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ്. അതെ, എ മൊമെന്റ് ടു നറിഷ് മൈ സോൾ. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. കേരള സർക്കാർ ആയുഷ് വകുപ്പിന്റെയും കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് വാഗത്തോൺ സംഘടിപ്പിച്ചു. കേരള സർക്കാർ ആയുഷ് വകുപ്പിന്റെയും കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് വാക്കത്തോൺ സംഘടിപ്പിച്ചു. ശനിയാഴ്ച രാവിലെ 7 മണിക്ക് ഇല്ലിക്കൽ അർദ്ധനാരീശ്വര ക്ഷേത്ര മൈതാനിയിൽ നിന്നും ആരംഭിച്ച പദയാത്ര കുമ്പളങ്ങി പാർക്കിൽ സമാപിച്ചു. പോലീസ് സബ് ഇൻസ്പെക്ടർ സുനീർ PM റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. ഈ ഒരു പ്രോഗ്രാം പഞ്ചായത്ത് മാത്രമല്ല മുൻകൈയെടുത്ത് നടത്തേണ്ടത്, നമ്മുടെ ഇവിടുത്തെ യുവജന സംഘടനകളോട് ഇതിനകത്ത് ഭാഗമാക്കാണ്. കാരണം ആരോഗ്യപരമായ ശീലങ്ങളിൽ ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മളുടെ സമൂഹത്തിൽ ഇപ്പോൾ പറയുന്നത്. അത് പരിഹരിക്കേണ്ടത് അവരവരുടെ ആരോഗ്യത്തിനും അവരുടെ ജീവിത രീതിക്കും ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഈ കാര്യത്തിൽ ഇപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ആരോഗ്യകരമായ ഭക്ഷണം, മതിയായ വ്യായാമം, കൃത്യമായ ഉറക്കം, ആരോഗ്യ പരിപാലനം എന്നിവ മുൻനിർത്തിയുള്ള ജീവിതശൈലി പിന്തുടരുന്നതിന് മുതിർന്നവരും യുവാക്കളും കുട്ടികളും ഉൾപ്പെടെ എല്ലാവർക്കും പ്രചോദനം നൽകണമെന്നാണ് ആരോഗ്യം ആനന്ദം പദ്ധതിയുടെ ലക്ഷ്യം. റാലിയുടെ സമാപനത്തോടനുബന്ധിച്ച് നടന്ന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി കുറുപ്പശ്ശേരി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഓരോ ദിവസം ചെല്ലുന്തോറും ഇന്നുള്ള ജീവിത രീതി അനുസരിച്ച് രോഗങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനേക്കാൾ ഉപരി മാനസിക സമ്മർദ്ദങ്ങൾ ഏറ്റവും കൂടുതലുള്ള കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് സ്വന്തം വീടുകളിലായാലും സമൂഹത്തിലായാലും മറ്റും വ്യാപകമായിട്ട് സമ്മർദ്ദങ്ങളിലൂടെ പോകുന്ന ഈ സാഹചര്യത്തിൽ അതിനെയെല്ലാം മരുന്ന് ഇല്ലാതെ തന്നെ വ്യായാമത്തിലൂടെയും കൃത്യമായ ആരോഗ്യം പരിപാലിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഓരോ പൗരന്റെയും. നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം ജനറൽ ഡോക്ടർ KVP ജയകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ വൈസ് പ്രസിഡന്റ് മാർഗ്രറ്റ് ലോറൻസ് അധ്യക്ഷത വഹിച്ചു. ഫാദർ അരുണി തൊളുത്തറ, KV സാബു, ടെസി ജേക്കബ്, മേരി ജിൻസ, നെൽസൺ കോച്ചേരി, മിലി തോമസ്, ഡോക്ടർ ലക്ഷ്മി കാർത്തികേയൻ എന്നിവർ പ്രസംഗിച്ചു. അപ്പോൾ ഡോക്ടേഴ്സൊക്കെയാണ് ഇതിന് ഏറ്റവും മികവാർന്ന രീതിയിലുള്ളത്. എന്നാലും ആരോഗ്യത്തെപ്പറ്റി പറയുമ്പോൾ എന്നെപ്പറ്റി പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം ഏകദേശം ഒരു 52 വയസ്സോളമായി. പറയത്തക്ക ഒരു അസുഖവും പ്രത്യക്ഷത്തിലില്ല, ദൈവസഹായിച്ചപ്പോഴും ഇല്ല. അതിന് ഞങ്ങൾക്ക് പറയാനുള്ളൊരു മേന്മ എന്ന് പറയുന്നത്, എല്ലാ ദിവസവും വൈകുന്നേരം ഞങ്ങൾ ഒരു 8ഓളം അച്ഛന്മാർ ഒരു സ്ഥലത്ത് പോയി കളിക്കാറുണ്ട്. അതൊരു 1.5 മണിക്കൂർ ഷട്ടിൽ കളിക്കാറുണ്ട്. ആ പ്രായം അനുസരിച്ചിട്ടുള്ള കളികളാണ്. അതൊന്നും മുടക്കാറില്ല. ഞായറാഴ്ചയില്ല. പിന്നെ അത്യാവശ്യമല്ല മരിപ്പോ അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ്. ജീവിതശൈലി രോഗങ്ങൾ നിർണയം നടത്തുകയും തൽഫലമായി അതിൻ്റെ കണക്ക് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. കാരണം ജീവിതശൈലി രോഗങ്ങൾ യുവജനങ്ങളിൽ വളരെയധികം കൂടുന്നു എന്നറിഞ്ഞതുകൊണ്ട് തന്നെ ഇതിനെതിരായ ഒരു പോരാടണം എന്ന് വെച്ചിട്ടാണ് ഹെൽത്ത് ഹാപ്പിനെസ് എന്നൊരു പരിപാടി തന്നെ ആരംഭിച്ചത്. ആരോഗ്യം ആനന്ദത്തിൻ്റെ ആദ്യഘട്ടം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അകറ്റാം അർബുദം എന്നതായിരുന്നു. അതിൻ്റെ ഫലമായി ക്യാൻസർ സ്ക്രീനിങ്, അതുപോലെ രക്തപരിശോധനകൾ, പുകയില രഹിത വിദ്യാലയങ്ങൾ, അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ നമ്മുടെ ഗവൺമെൻറ് നടത്തുകയും വിജയം ഒരു പരിധിവരെ നമുക്ക് നേടാൻ സാധിച്ചു. ഇപ്പോൾ രണ്ടാം ഘട്ടം 2025 ഡിസംബർ 26 കാസർഗോഡ് നിന്നൊരു റോഡ് ഷോ ആരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിച്ചു. ആ ദിവസം തന്നെ മുഖ്യമന്ത്രി ഇതിൻ്റെ രണ്ടാം ഘട്ടം ഉദ്ഘാടനം ചെയ്തു. അതാണ് വൈബ് ഫോർ. ബാങ്ക് പ്രസിഡന്റ് ശ്രീ നെൽസൺ കോച്ചേരിയുടെ ഡെമോൺസ്ട്രേഷനും പ്രോഗ്രാം കഴിഞ്ഞു വന്നെയായിരുന്നു. അതുകൊണ്ടാണ് ആളുകളൊക്കെ പിരിഞ്ഞു പോയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാം നോട്ടീസ് പ്രകാരം തന്നെ നടത്തേണ്ടതായിരുന്നു. അതായിട്ട് കാണുന്നു. എന്തായാലും നമ്മുടെ ആദരണീയനായ ജില്ലാ പ്രോഗ്രാം മാനേജർ പറഞ്ഞതുപോലെ യോഗ ഇൻസ്പെക്ടർ നിഷ KVയുടെ നേതൃത്വത്തിൽ യോഗ പ്രദർശനവും ഡാൻസ് പ്രേഷൻസ് ആർട്ട് സെന്ററിന്റെ സൂംബ പ്രദർശനവും നടന്നു. ന്യൂസ് ബ്യൂറോ, കുമ്പളങ്ങി.